ഹലോ, നല്ല മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാ, നമുക്ക് വേഗം ഒരു കണ്ണൂർ സ്റ്റൈലിലുള്ളൊരു മൊളീഷ്യം വെക്കാല. നല്ല മത്തി, മുട്ട മത്തിയാണ് കേട്ടോ. അതിൻ്റെ മുട്ട മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ അണറെന്നാണ് പറയുക. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി, തക്കാളി, പുളിവെള്ളം. അപ്പോൾ ഇനി വേഗം നമുക്ക് പരിപാടി തുടങ്ങാം. വാ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവയിട്ട് ആദ്യം നമുക്ക് വഴറ്റാനുള്ള സാധനങ്ങളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം പൊടികൾ ചേർക്കാൻ. അപ്പം ഞാനിവിടെ കുറച്ച് ഗ്രേവി ടൈപ്പ് ആക്കുന്നത്. ഇത് നല്ല വറ്റിച്ച് അച്ചാറ് പോലെ ആക്കി എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ കുറച്ച് ഗ്രേവി വേണം, കറി വേണം ചോറിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രേവി ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ചേർത്തു. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ചേ ഇടുള്ളൂ, കാരണം നമുക്കിവിടെ എരിവ് അത്ര വേണ്ട. നിങ്ങൾക്ക് ആവശ്യത്തിനിടാം. മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഇനി ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിക്കുക. പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് പിന്നെയും വെള്ളം ഒഴിച്ചു. ഞാൻ കുറച്ച് നല്ലോണം ഒഴിക്കും, ആവശ്യമുള്ളവരങ്ങനെ ഒഴിച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് എല്ലാം തിളച്ചൊന്ന് വറ്റുന്ന സമയത്ത് മത്തി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്താലും മത്തി ഉടയുകയും ചെയ്യില്ല. പിന്നെ മത്തീൻ്റെ ആ ഒരു ശരിയായ ആ നെയ്യ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. തിളച്ച് വന്നു. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി നമ്മൾ മത്തിക്കറിയും കൂട്ടി ചോറ് തിന്നട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം.